നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ യാത്രയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കണ്ണൂരാണ്. കണ്ണൂർ നമ്മൾ ബീച്ച് സൈഡിലാണുള്ളത്. കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൻ്റെ ബീച്ച് റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതെ, ബീച്ച് റോഡിൽ കുറേ നല്ല പ്രോപ്പർട്ടികളുണ്ട്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് വന്ന് നിന്ന് അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സൊക്കെ വന്ന് നിന്ന് ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് വന്നിരിക്കുന്നത്. അതെ, റിസോർട്ടിൻ്റെ പേര് എന്ന് പറഞ്ഞത് പ്രണവ് ബീച്ച് റിസോർട്ട് എന്നാണ്. നമ്മളിപ്പോൾ അതിൻ്റെ മുമ്പിലാണുള്ളത്. നേരെ ഓപ്പോസിറ്റ്, അതായത് പ്രോപ്പർട്ടിയാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. പ്രോപ്പർട്ടിയുടെ നേരെ ഓപ്പോസിറ്റ് ബീച്ചാണ്. അതെ, ജസ്റ്റ് നമ്മൾ ഈ റോഡൊന്ന് ക്രോസ് ചെയ്താൽ മാത്രം മതി. ഒരു പറഞ്ഞു തന്ന ഒരു പ്രൈവറ്റ് ബീച്ച് അല്ലേ? പ്രൈവറ്റ് ബീച്ച് നമുക്ക് സ്ഥലമാണ്. വേറെ ആളുകളൊന്നും അധികം എത്തിപ്പെടാറില്ല ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചെറിയ ചെറിയ ഹട്ടുകളായിട്ട് ഏകദേശം 20ഓളം റൂമുകൾ അല്ലേ? ഏകദേശം 20ഓളം റൂമുകൾ ചെറിയ ചെറിയ ഹട്ടായിട്ട് ഉള്ള റൂമുകളാണ്. അതുപോലെ എനിക്കൊന്ന് ട്രിപ്പിൾ ഓക്യുപ്പൻസി. അതെ, പല ഓക്യുപ്പൻസികളാണ്, പല കാറ്റഗറികളിലാണ്. അതിൽ 10-12ഓളം 14ഓളം AC റൂംസ് ഉണ്ട്. ബാക്കിയുള്ള നോൺ AC റൂംസ് ആണ്. പിന്നെ ഡോർമെട്രി ഉണ്ട്, 2 ഡോംസ് ഉണ്ട്, ഒരു AC ഡോംസ് ഉണ്ട്, ഒരു നോൺ AC ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും കുറച്ച് ഗ്രൂപ്പായിട്ടുള്ള ആളുകൾക്കും അതുപോലെ ഫാമിലിയും ഒക്കെ വരാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മളിവിടെ എനിക്കൊന്ന് ഏകദേശം 2018 അല്ലേ, 17-18 സമയം മുതൽ നമ്മളിവിടെ പിന്നെ പലരുമായിട്ട് നമ്മൾ സ്റ്റേ ചെയ്യും. നമ്മുടെ ഫ്രണ്ട്സായിട്ടും നമ്മളൊക്കെ സ്റ്റേ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് വിചാരിക്കുന്നത് അപ്പം ഇവിടുന്ന് വരണം. അപ്പം നമ്മളിന്ന് കണ്ണൂർ വരേണ്ട ആവശ്യം വന്നപ്പോൾ ഒന്ന് കയറി നോക്കാനായിരിച്ചു. എന്നാൽ ഒന്ന് കയറുകയും ചെയ്യാം. റിനോവേഷനൊക്കെ വർക്കൊക്കെ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതെ, അപ്പം അതൊക്കെ ഒന്ന് കാണാം. ചിലപ്പോൾ വന്ന ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് പുതിയൊരു ലുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് കാണാം. പിന്നെ അതുപോലെ തന്നെ കണ്ണൂരേക്ക്, അതായത് നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന പല ആളുകളും ഉണ്ട്. അപ്പോൾ കണ്ണൂർ ഇപ്പോൾ ഒരു നല്ലൊരു ഹബ്ബ് അല്ലെങ്കിൽ ടൂറിസം ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക്, ഇപ്പോൾ കണ്ണൂരേക്കൊക്കെ വരുന്ന ആളുകൾക്ക് ഒരു റെഫർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ മുമ്പുള്ള വീഡിയോ കണ്ടുള്ള ആൾക്ക് മനസ്സിലാവും ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രോപ്പർട്ടീൻ്റെ അകം മൊത്തമായിട്ട് ഞങ്ങളൊന്ന് കാണിച്ചു തരാം. ഇവിടെ കസ്റ്റമേഴ്സ്, ഇപ്പോൾ ക്ലയൻസ് കുറേ പേരുണ്ട്. അപ്പോൾ റൂമെല്ലാം പലതും ക്ലോസാണ്. നമുക്ക് ഔട്ടറിന് എടുക്കാം. പുറത്തൊക്കെ എടുത്തിട്ട് ശേഷം നമ്മൾ അകത്തെ കാണിച്ചു തരാം എങ്ങനെയാണ് പ്രോപ്പർട്ടിയുടെ ഒരു ഓവർവ്യൂ കാണിച്ചു തരാം. അതെ, അപ്പോൾ നമുക്ക് നേരെ പ്രോപ്പർട്ടിയുടെ അകത്തേക്കൊന്ന് പോകാം അല്ലേ? അതെ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ എൻട്രൻസ്. ഇപ്പം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണൂർ സിറ്റിയിൽ നിന്ന് വരുന്ന റോഡാണ്. അതായത് നമ്മുടെ പയ്യാമ്പലം പിന്നെ ബീച്ചിൻ്റെ മെയിൻ ഏരിയ, അതായത് നമ്മുടെ പയ്യാമ്പലം പാർക്ക്, ശ്മശാനം, അതിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് കടന്നു വരുന്ന റോഡാണ്. ഈ ഓപ്പോസിറ്റുള്ള റോഡ് അങ്ങനെ പോയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ കണ്ണൂർ ടൗണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതൊരു ബീച്ച് റോഡ് പോലെയാണ് അല്ലേ? ബീച്ചിന് പാരലായിട്ട് ഇങ്ങനെ പോകുന്ന റോഡാണ്. ഇപ്പോൾ നേരെ ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് തന്നെ നമുക്ക് കടലാണ്. നമുക്ക് അത്യാവശ്യം ഇറങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് പോയി ഇരിക്കാനും ഒക്കെ പറ്റുന്നത്. ഇപ്പം നല്ല വെയിലാണ്, പക്ഷേ വൈകുന്നേരങ്ങളിലാണെങ്കിൽ നല്ല ആംബിയൻസ് ആയിരിക്കും. വൈകുന്നേരം അതുപോലെ രാവിലെയൊക്കെ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ. ഒരു അത്യാവശ്യം കളിക്കാനൊക്കെ സ്ഥലമുണ്ട്. അതെ, കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഫുട്ബോൾ നമ്മളൊരു ബാച്ച് വന്നപ്പോൾ ഓർമ്മയില്ലേ, നമ്മുടെ ഇവിടെ ഒരു ബാച്ച് വന്ന സമയത്ത് ഇതേപോലെ എല്ലാവരും ഫുട്ബോളൊക്കെ കളിച്ചിരുന്നു. ഇവിടുന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു സെക്യൂരിറ്റിൻ്റെ ഇതൊരു ഗേറ്റഡ് ഏരിയ ആണ്. രാത്രി കഴിഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റി കാര്യങ്ങളും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഗേറ്റഡ് ആണ്. ഇവിടെ സെക്യൂരിറ്റിക്ക് റൂമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അകത്തേക്ക് വന്നാൽ ഇവിടെ കണ്ട മൊത്തം മണലാണ്. ഇവിടെ വലിയൊരു ലോൺ അല്ലേ, വലിയൊരു ലോൺ ഏരിയ അല്ലേ? മുമ്പ് വന്നവരൊക്കെ ഇവിടെ ഒരു സെക്യൂരിറ്റിയുടെ വേറൊരു ഷെഡൊക്കെ ഉണ്ട്. അതൊക്കെ അവർ പൊളിച്ചു മാറ്റിയിട്ട് ഇവിടെ ഇപ്പം ഫുള്ള് കംപ്ലീറ്റ് പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല രസമാക്കി. വൈകുന്നേരങ്ങളിൽ ഇഷ്ടംപോലെ പാർട്ടി നടത്തണമെങ്കിലും. അതെ, ചെറിയ ഇപ്പം ഇവിടെ കല്യാണ പാർട്ടി അതുപോലുള്ള കല്യാണത്തിൻ്റെ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. പാർക്കിങ്ങിന് ഇവിടെ ഒരു സെപ്പറേറ്റ് സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഹട്ടുകളാണ് നമുക്ക് അകത്തുള്ളത്. നമുക്ക് ചെറിയ ചെറിയ ഹട്ടുകളായിട്ട് ഇതെനിക്ക് നമ്മൾ ഒരു ഗോകർണയിലൊക്കെ കണ്ടല്ലേ, ഗോകർണയിലേക്കുള്ള റിസോർട്ടുകളുടെ ഒരു സ്റ്റൈൽ. അതും ബീച്ച് സൈഡാണല്ലോ, അതും അങ്ങനെയുള്ളൊരു സ്റ്റൈലിലാണ് ഇവിടുത്തെ പിന്നെ റൂമുകളുള്ളത്. സീ വ്യൂ റൂം, സീ ഫ്രണ്ടേജ്, ഓരോ റൂമുകൾക്കും അതിൻ്റെതായ പേരുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. ഇതിൽ ഭൂരിഭാഗവും AC ആണ്. ആദ്യം കുറേ നോൺ AC ഉണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ ഒരു ചൂടിൻ്റെ സിറ്റുവേഷനൊക്കെ കടലിനോട് ചേർന്ന് നടക്കുന്നതായതുകൊണ്ട് തന്നെ ഡേ ടൈം ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഭൂരിഭാഗം റൂമുകൾ അവർ AC ആക്കി മാറ്റിയിട്ട് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള റൂമാണ്. ട്വിൻ ബെഡ്റൂം. അതായത് ഒറ്റ ഇതിൽ തന്നെ നമുക്ക് ഇപ്പോൾ 2 ഫാമിലിയൊക്കെ വരുവാണ്. ഇപ്പം 2 ഫാമിലി ഫ്രണ്ട്സാണ്. അവർക്ക് വരുമ്പം അവർക്ക് താമസിക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു റൂമൊക്കെ അവർക്ക് എടുക്കാവുന്നതാണ്. ഇതൊരു കറയവും കാര്യങ്ങളൊക്കെ തറവാടിൻ്റെ സ്റ്റൈലിൽ ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റൂം, അത് കഴിഞ്ഞിട്ടാകുമ്പം ഇവിടെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറെ റൂം. നല്ല രസമാണ്. ഇവിടെ തന്നെയാണ് വണ്ടിയുടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ അതുപോലെ പാർക്കിംഗ് മാത്രമല്ല, ഇവിടെ പാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വലിയ ഗ്രൂപ്പൊക്കെ വരുവാണെങ്കിൽ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ക്യാമ്പ് ഫയർ പരിപാടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. നമ്മൾ മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് ഷാഹീൻ്റെ ഗ്രൂപ്പ് വന്ന സമയത്തല്ലേ? അതെ, ഇവിടെയായിരുന്നു DJയും പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തത്. അതെ, പുറത്ത് നമുക്ക് പാർക്കിംഗ് ഉള്ള സ്പേസ് ഉണ്ട്. അതല്ലാതെ തന്നെ നമുക്കിപ്പം ഇവിടെ വിശാലമായിട്ട് നമുക്കൊരു വലിയ ഗ്രൂപ്പിനൊക്കെ ഒരു പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ്. അപ്പം ഈ ഒരു കാണുന്ന കാഴ്ചയല്ല, അന്നേരം നമുക്കിതൊക്കെ സെറ്റ് ചെയ്ത് പ്രോപ്പറാക്കി തരും ആളുകൾ. അപ്പോൾ
ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം അല്ലേ. ഇവിടെ വെച്ചാൽ ഇങ്ങനെ പ്രത്യേകിച്ച് വഴികളൊന്നുമല്ല, നമുക്കിങ്ങനെ വഴി ഉണ്ടാക്കിപ്പോ അല്ലേ. ഇഷ്ടംപോലെ അകത്തേക്ക് പാസേജുകളുണ്ട് ഇവിടെ ഇങ്ങനെ. അതായത് ഇത് വേറൊരു കോട്ടേജാണ്. ഇത് ഇതേപോലെ ട്വിൻ ബെഡ്റൂമാണ്. ഇവിടെ ഒരു റൂം, ഇവിടെ ഒരു റൂം. കൽപ്പക A&B. പിന്നെ മറ്റൊരു റൂമാണിത്. ഇതിങ്ങനെ ഓരോരോ റൂമുകളാണ്. ഇതിപ്പോൾ കണ്ടില്ല ഇങ്ങനെ. ഇതിലേക്ക് ഒരു എൻട്രൻസ് ഇങ്ങനെ, അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ കണ്ട അവിടെ ഒരെണ്ണം, അത് കഴിഞ്ഞ് വേറൊന്നിങ്ങനെ. ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂടുതൽ നമ്മൾ ഗ്രൂപ്പൊക്കെ ആളുകൾ വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും. കാരണം വെച്ചാൽ ഇതിനകത്തൊരു ക്യാമ്പസിനകത്ത് തന്നെ പിന്നെ കുറേ കോട്ടേജുകൾ, ഹട്ട് ടൈപ്പ് അല്ലേ, ഹട്ട് ടൈപ്പിൽ ഓൾമോസ്റ്റ് 21 ഹട്ടുണ്ട്. 21ഓളം, 20 ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഹട്ടുകൾ. ഇപ്പം ഇത്രയും ഗ്രൂപ്പ് തന്നെ ഗ്രൂപ്പ് ബുക്കിംഗ് തന്നെയാണ് കൂടുതലും കഴിയുമ്പോൾ നല്ല രസമാണ്. പക്ഷേ പിന്നെ ഒരു പാത്ത് വേയും വാക്ക് വേ ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഇതിനകത്തൂടെ പോയി കഴിഞ്ഞാൽ. ഈ ഒരു പാസേജിലൊക്കെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വേറൊരു കോട്ടേജ്, ആദിത്യ അല്ലേ, ആദിത്യ എന്ന് പറഞ്ഞ വേറൊരു കോട്ടേജ്. ഇവിടെ ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുക അല്ലേ. ആൾക്കാർ നമ്മൾ പുറത്ത് കണ്ടില്ലേ, അവർ ഇതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ നമുക്ക് ചെറിയൊരു പോണ്ട് ഉണ്ട്, ആ പോണ്ടിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവർ ആദ്യം ഉണ്ടായിരുന്നതാണ്, അത് അവർ ഒന്നുകൂടി ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ട് സംഭവം കുറച്ചൊന്ന് ഉഷാറാക്കാൻ, അവിടെയൊക്കെ പുല്ലൊക്കെ തട്ടിട്ട് ഒന്ന് ഉഷാറാക്കാനുള്ള പരിപാടിയാണ്. ഇവിടെയൊക്കെ മണ്ണൊക്കെ മാറ്റി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇത് അടുത്തൊരു ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതിൻ്റെ ലുക്കേ മാറി മൊത്തം പച്ചപ്പായിരിക്കും. പിന്നെ നമുക്കിവിടെ ഒരു ഗുരുമന്ദിർ എന്ന് പറഞ്ഞിട്ട് വേറൊരു കോട്ടേജ്. പിന്നെ അതുപോലെ തന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിനൊക്കെ വരുന്ന അതിനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ അല്ലേ. ഒഴിച്ചിൽ പിഴിച്ചിൽ ധാര അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഓൺ കോൾ ഡോക്ടർ അവൈലബിൾ ആണ് ഇവിടെ. അപ്പം അതിനുള്ള കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു പിന്നെ വലിയ റൂം അല്ലേ ശ്രീ അല്ലേ, ഏകദേശം ഒരു 5-6 പേർ അല്ലേ, 6 പേർക്ക് നിൽക്കാൻ പറ്റുന്ന, ഗ്രൂപ്പായിട്ട് നിൽക്കാൻ പറ്റുന്നൊരു വലിയ റൂമായത്. പിന്നെ ഡോർമെട്രി മേലെ അല്ലേ, ഡോർമെട്രി സൗകര്യം നോൺ AC ഡോം മേലെയാണ് ഉള്ളത്. ഇതിൻ്റെ മേലാണ് ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് മേലെ പോയി കഴിഞ്ഞാൽ അതൊരു വലിയ റൂമാണ്. അവിടെ ഡോർമെട്രി സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഓൾമോസ്റ്റ് എൻഡിലാണ് റിസപ്ഷൻ വരുന്നത്. ഈ ഒരു ഇതിനകത്തല്ലേ, ഈ ഒരു ബിൽഡിങ്ങിനകത്താണ്, താഴെയാണ് റിസപ്ഷൻ വരുന്നത്. പിന്നെ അത്യാവശ്യം ഫുഡ് കഴിക്കാനുള്ള, അതായത് ഇവിടെ റണ്ണിങ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആ കാണുന്ന ആ റൂമാണ്. ഇവിടെയാണ് ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും. റെസ്റ്റോറൻറ്റ് നമുക്ക് മീൻസ് പ്രോപ്പർ റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് അല്ല, നമ്മുടെ നാട്ടിലെ ഒരു അടുക്കള പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് ഓൺ ഓർഡറിൽ പിന്നെ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ഡൈൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി അതല്ല റൂമിലേക്ക് സെർവ് ചെയ്യണമെങ്കിൽ അതും ചെയ്യും അല്ലേ, റൂമിലേക്ക് സെർവ് ചെയ്യും. നോൺ AC ഡോർമെട്രി അല്ല, നമുക്ക് അങ്ങനത്തെ നോൺ AC ഡോർമെട്രി കൂടി നമുക്കൊന്ന് കാണാം. നോൺ AC ഡോർമെട്രി കുറച്ച് മേലെയായിട്ടാണ്. നമ്മൾ ഈ താഴത്തെ ഇവിടുന്ന് ഇങ്ങോട്ട് കയറി സ്റ്റെപ്പെല്ലാം കയറിയിട്ട് വരണം. ആ പഴയ സ്റ്റൈലല്ലേ ശ്രീ, പഴയ മരത്തിൻ്റെ കോണിയും പഴയ അല്ലേ, മറ്റേ തറയോടല്ലേ, പഴയ തറയോടെല്ലാം പാകിയിട്ട് എല്ലാം ഒരു പഴയ നല്ല രസമുണ്ട് കാണാൻ അല്ലേ, ഒരു പ്രത്യേക രസമാണ്. പഴയ ടേബിള്, അവർ പഴയ അതേപോലെ പഴയ ഇലങ്ങ നല്ല രസമില്ല കാണാൻ അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ. പക്ഷെ എന്നിട്ട് നോക്കിയിട്ട് അതിനൊന്നും ഒരു ചെതലോ ഒന്നുമില്ല അല്ലേ. പഴയ വീടാണ്, ഇതാണ് പഴയ വീട് റിസപ്ഷൻ ആക്കി അല്ലേ. ബാക്കിയൊക്കെ പിന്നെ ഇവിടെ ഇതൊക്കെ മരം തന്നെ. ഇവിടെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് ഇതാ ഇവിടെയാണ് മറ്റേ നമ്മുടെ ഡോർമെട്രി ഉള്ളത്, നോൺ AC ഡോർമെട്രി. ഇത് 4 റൂമല്ലേ, ഇത് തന്നെ വീട് തന്നെ. വീടിൻ്റെ ഹോളെടുത്ത് മാറ്റിയല്ലേ. നല്ല തണുപ്പുണ്ടല്ലേ അതിനുള്ളിൽ. നമ്മൾ ശരിക്കും ഇതിനുള്ളൊന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നും വേണ്ട, ചൂടൊന്നുമില്ല. അതെ, എല്ലാത്തിലും ഓരോ ബെഡ്, സിംഗിൾ ബെഡ് അല്ലേ. ഡോർമെട്രി ഒന്നും അല്ല, ശരിക്കും റൂം തന്നെ. ബാത്റൂംസ് ഇത് നമ്മുടെ പഴയ ടൈപ്പ് കട്ടിൽ നോക്കിയാ, നല്ല രസമാണ്. ശരിക്കും പഴയ തറവാടിൻ്റെ അകം പോലെയൊക്കെ ഉണ്ട് കാണുമ്പോൾ അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇവിടെ ഹാളിൽ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്, TV കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം, ബാത്റൂം എല്ലാ റൂമിലും ഇല്ല, 2 ബാത്റൂം അല്ലേ. അതെ, ഈ 5 ബെഡിനും കൂടെ 2 ബാത്റൂം. 2 ബെഡ്റൂമിന് അറ്റാച്ച്ഡും 2ന് അറ്റാച്ച്ഡ് അല്ല. പിന്നെ ഒന്ന് ലാസ്റ്റ് റൂം ഇതാ, ഇവിടെ ഒരു കട്ടിൽ, പിന്നെ ഇവിടെ ഉള്ള വിശാലമായ ബാത്റൂം ഉണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിൻ, ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇതിപ്പോൾ 3 ആക്കി കിടക്കാം അല്ലേ. ഓക്കെ, ഇത് എക്സ്ട്രാ ഒരു ബെഡ്, ഇത് മറ്റേ എക്സ്റ്റൻഷൻ ആയിരിക്കും അല്ലേ, ഒരു എക്സ്ട്രാ ബെഡ്. ഇത് പഴയ കിച്ചൺ അങ്ങനെ ആയിരുന്നു തോന്നുന്നു അല്ലേ. ഓക്കെ, അതിനെ കൺവേർട്ട് ആക്കിയിട്ട് റൂം പോലെ ആക്കിയതാണ്. അതൊരു കിച്ചൺ ആയിരുന്നു പഴയ. കിച്ചൺ കൺവേർട്ട് ചെയ്താ.
മൊത്തത്തിൽ കൊള്ളാം. നമുക്ക് എല്ലാ സൗകര്യം, ഒരു വലിയ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം. ഓഫീസ് ട്രിപ്പുകൾ, അതുപോലെ എന്തെങ്കിലും ഫാമിലിയുടെ ഒക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടി. അപ്പം ഇത്രയും നേരം നിങ്ങൾ കണ്ടതാണ് പ്രണവ് ബീച്ച് റിസോർട്ടിൻ്റെ കാഴ്ചകൾ. അപ്പം ഇത് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിപ്പോൾ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ബീച്ച് റോഡിൽ അല്ലേ, ബീച്ച് റോഡിന്റെ അവസാനം പയ്യാമ്പലം ബീച്ച് റോഡിന്റെ ഏറ്റവും അവസാനമാണ്. അതായത് ഏറ്റവും അവസാനം ഇത് കഴിഞ്ഞിട്ടും ഒരു 1-2 പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷേ ഏകദേശം ഇതിന്റെ അവസാനമാണ്. അതായത് ഈ ബീച്ചിലെ തിരക്കുകളെല്ലാം ഒഴിഞ്ഞിട്ട് ഒരു മൂലയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഒച്ചയോ ബഹളം ഒന്നും നിങ്ങൾ കേൾക്കുന്നില്ല. പിന്നെ കടലിന്റെ തിരമാല വരുന്ന ഒച്ച മാത്രം, അത് മാത്രമേ ഉണ്ടാവും. പ്രൈവറ്റ് ബീച്ച് റിസോർട്ട് പോലെ തന്നെയാണ് നമ്മൾ പറയുന്നത്. റോഡ് നടുക്കുള്ളത് കൊണ്ട് മാത്രം അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചു എന്നല്ലാതെ വേറെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ നമുക്ക് വണ്ടി അത്യാവശ്യം പാർക്ക് ചെയ്യാൻ, അതായത് റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാനും നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പറ്റും. ഈ ബീച്ചിന്റെ ആദ്യം വരുന്ന ഭാഗങ്ങൾ ഒരു 6 മണിയായി, വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പനിങ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ തിരക്കായിരിക്കും. പക്ഷെ അത് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ബീച്ചിനോട്, ഈ റിസോർട്ടിനോട് ചേർന്നുള്ള റോഡിൽ അത്യാവശ്യം നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനും പിന്നെ നമുക്ക് ബീച്ചിലേക്ക് എൻട്രി ചെയ്യാനൊക്കെ പറ്റും. ഈ റിസോർട്ട് മാത്രമല്ല, ബീച്ച് എൻജോയ് ചെയ്യാൻ വരുന്നവർക്കും ഉപകാരപ്പെടും. ബീച്ച് റോഡിൽ നടന്നു പോകാൻ ചെയ്യാം വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ട്. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ പിന്നെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. എന്നാൽ എല്ലാം ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ ഫാമിലി ഫ്രണ്ട്ലി അല്ലെ, ഫാമിലി ഫ്രണ്ട്ലി ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാം. വലിയ ക്രൗഡ് എടുക്കുകയാണെങ്കിൽ മൊത്തം പ്രോപ്പർട്ടി ബുക്ക് ചെയ്താൽ ഭയങ്കര രസമായിരിക്കും. അതായത് ഒരു പിന്നെ നമ്മൾ കല്യാണത്തിന്റെ റിസപ്ഷൻ, പിന്നെ അതുപോലെ എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷൻ, ഗെറ്റ് ടുഗദർ, ഇതിനൊക്കെ പറ്റിയ വളരെ നല്ല പ്രോപ്പർട്ടി. എനിക്ക് കണ്ണൂർ ഈ ബീച്ച് റോഡിൽ നമുക്ക് ഏറ്റവും നല്ലൊരു പ്രോപ്പർട്ടി സ്പേഷ്യസ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വേറെ ഇല്ല. വേറെ അടുത്ത് വേറെ പ്രോപ്പർട്ടികളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പേസ് അല്ല അവിടെ ഉള്ളത്. കൂടുതലും വീട് പോലെയുള്ള, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വീട് റിനോവേറ്റ് ചെയ്തിട്ട് അല്ലെ. ഇവിടെ മോളൊരു ടോപ്പ് വ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കുറേ ഹട്ടുകളാണ്, നിറയെ മരങ്ങളും തണലും നല്ല തണലും. ഇപ്പൊ നമ്മളിപ്പോ ഏകദേശം ഉച്ച ഒരു 1-2 മണി സമയത്താണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത്. പുറത്തേക്ക് നല്ല ചൂടാണ് പുറത്തേക്ക് അല്ലേ. അതിനേക്കാൾ ഒരു 1-2 ഡിഗ്രി എങ്ങനെ നമുക്കൊന്നും കൂടി കുറവുണ്ടാവും. നല്ല വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് വേർക്കൊന്നുമില്ല, നല്ല കാറ്റും ഉണ്ട് അല്ലേ, നല്ലൊരു ആംബിയൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഗസ്റ്റ് ഓൾറെഡി ഒക്യുപ്പൈഡ് ആയതുകൊണ്ട് നമുക്ക് അകത്ത് കയറിയിട്ട്, സാധാരണ നമ്മുടെ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാം, നമ്മൾ റിസോർട്ടിൻ്റെ അകത്ത് പരമാവധി ബാത്റൂം അടക്കം കയറിയിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ്. പക്ഷേ നമുക്ക് ഇത് ഇത്തവണ നമുക്കിത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ്. അപ്പോൾ അവരുടെ പ്രൈവസി നമ്മൾ പിന്നെ ഇത് കട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ കയറി എടുത്തില്ല. എന്നാലും നമ്മൾ ഈ വീഡിയോയിൽ പരമാവധി ഇതിൻ്റെ ഫോട്ടോസ്, അതായത് നമ്മൾ ഇതിൻ്റെ ഇന്റീരിയറിൻ്റെ ഫോട്ടോസ് നമ്മൾ ആഡ് ചെയ്യാം. അത് വീഡിയോ കാണുന്നവർക്ക് ഉപകാരപ്പെട്ടെന്നിരിക്കുന്നു. അപ്പം ഇതൊക്കെയാണല്ലേ നമ്മുടെ ഈ ഒരു പിന്നെ വീഡിയോന്റെ ഉള്ളടക്കം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് പിന്നെ നേരിട്ട് ഇവരെ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ്. കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇത് നമ്മുടെ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ആദ്യം പറയാനേ ഉള്ളൂ. അപ്പം അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബെസ്റ്റ് പ്രോപ്പർട്ടി ഇൻ കണ്ണൂർ. അതായത് കണ്ണൂർ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി വന്ന് താമസിക്കണം, ബീച്ച് സൈഡിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു പിന്നെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. അപ്പോൾ നമ്മൾ പരമാവധി ഇനിയും ഈ ബീച്ച് സൈഡിലുള്ള റിസോർട്ടുകൾ കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അല്ലേ. പിന്നെ ഇപ്പം സമയം അനുവദിക്കുവാണെങ്കിൽ നമ്മൾ പിന്നെ വേറെയും റിസോർട്ടുകൾ, ഈ ഭാഗത്തുള്ള ബീച്ച് റിസോർട്ടുകൾ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.